അപ്പൊ കാണാനും പരിചയപ്പെടാനും സൗഹൃദം പുതുക്കാനും ഒക്കെ തന്നെ ഇന്നത്തെ ദിവസം ഉപയോഗിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഒരു കുടുംബത്തെ എങ്ങനെയാണ് കുടുംബത്തിലെ കാരണവന്മാർ സംരക്ഷിക്കാറ്, ചേർത്ത് പിടിക്കാറ് എന്നുള്ളത് പോലെയാണ് ചെഗുവേരയിലെ കുടുംബാംഗങ്ങളെ ചെഗുവേരയിലെ ഭാരവാഹികളും ബാക്കിയുള്ളവരും ചേർത്ത് പിടിക്കാറ്, സംരക്ഷിക്കാറ്. ഈ കുടുംബത്തിലൊക്കെ തന്നെ സന്തോഷമാണെങ്കിലും സന്താപമാണെങ്കിലും കിതപ്പിലും കുതിപ്പിലും ഈ സംഘം എന്നും കൂടെ നിൽക്കാറുണ്ട്, ഇനിയും കൂടെ ഉണ്ടാവും. അസുഖമായാൽ മറ്റെന്തെങ്കിലും വേദനകളുണ്ടെങ്കിൽ കുടുംബങ്ങളിൽ സന്തോഷിക്കുവാനുള്ള വിവാഹം പോലെയുള്ള ആഘോഷവേളകളിലൊക്കെ തന്നെ പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ടുമാണ് കഴിഞ്ഞ 16 വർഷക്കാലം നമ്മുടെ ഈ സംഘം അല്ലെങ്കിൽ ഈ സംഘടന അല്ലെങ്കിൽ ഈ കുടുംബം മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതിനകത്ത് എക്സിക്യൂട്ടീവ് മെമ്പർമാർക്കറിയാം, വളരെ പാവപ്പെട്ട ആളുകൾക്കൊക്കെ തന്നെ പലപ്പോഴും വലിയ അസുഖങ്ങളും സർജറികളും ലക്ഷക്കണക്കിന് രൂപ ആവശ്യം വരുമ്പോഴൊക്കെ തന്നെ സംഘം മാറി നിൽക്കാതെ അതെല്ലാം ഏറ്റെടുത്തുകൊണ്ട് സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഇതുവരെ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആരെയും ചെറുതായി കാണുകയല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കുടുംബ സംഗമത്തിൽ നിന്നും വ്യത്യസ്തമായി കൊണ്ടാണ് നമ്മുടെ കുടുംബ സംഗമം എല്ലാ വർഷവും നടത്താറ്. ഇവിടെ തന്നെ എന്റെ മുന്നിൽ ഇപ്പോൾ പരിശോധിച്ചാൽ അറിയാം, ഏറ്റവും കൂടുതൽ ഈ കുടുംബ സംഗമത്തിൽ എത്തിയിട്ടുള്ളത് സ്ത്രീകളും കുട്ടികളുമാണ്. അത് തന്നെയാണ് ഒരു കുടുംബ സംഗമത്തിന്റെ ഏറ്റവും വലിയ വിജയവും. കുടുംബ സംഘം എന്ന് കൃത്യമായിട്ട് അർത്ഥവത്താക്കുന്ന രീതിയിലാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പോകുന്നത്. കമ്മിറ്റിയുടെ മെമ്പർമാരിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നതിന് പറയുന്നത് ആ അഭിപ്രായങ്ങൾ നമ്മൾ ക്രോഡീകരിച്ച് അതിൽ നിന്നൊരു തീരുമാനമെടുക്കും. ആ തീരുമാനത്തിൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞ അഭിപ്രായം അതിന് വിരുദ്ധമാണെങ്കിൽ പോലും ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നാട്ടില് ഉപഹാരങ്ങൾ ലഭിക്കുക, അതുപോലെ നല്ല വാക്കുകൾ ലഭിക്കുക എന്നുള്ളതൊക്കെ ഏറ്റവും അടുത്ത ആ ആളുകളുടെ ആവുമ്പോൾ നമുക്ക് ഏറെ സന്തോഷമാണ്. തുടർന്നുള്ള പ്രവർത്തനത്തിന് അത് തീർച്ചയായിട്ടും ഒരു കരുത്തായി മാറും, ഉത്തേജനമായിട്ട് മാറും. അത് എൻ്റെ സഹപ്രവർത്തകരായ ആളുകളുടെ സഹകരണം കൂടി ഉണ്ടാകുമ്പോൾ എത്രത്തോളം ഭംഗിയായിട്ട് നിർവഹിക്കാൻ കഴിയുമോ അത്രത്തോളം ഭംഗിയായിട്ട് നിർവഹിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മളിവിടുന്ന് മറിഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ജനനം ഉണ്ടെങ്കിൽ മരണമുണ്ട്. നമ്മളൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഓർക്കണമെങ്കിൽ നമ്മൾ നല്ല അടയാളപ്പെടുത്തലുകൾ നടത്താം. അത് നമുക്ക് എത്രത്തോളം മനോഹരമായി ചെയ്യാൻ കഴിയുമോ അത്രത്തോളം മനോഹരമായിട്ട് ചെയ്യണം. ആ രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ ഒരു ജനപ്രതിനിധിക്ക് നൽകുന്ന ഒരു ഉപഹാരം എന്ന തരത്തിൽ നിങ്ങൾ എല്ലാവരും കൂടി നമ്മുടെ കമ്മിറ്റി ഐക്യകെട്ടായിട്ട് തെരഞ്ഞെടുത്തുകൊണ്ട് നൽകിയപ്പോഴുള്ള സന്തോഷം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുക.